ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ തിരക്ക് പിടിച്ചവരാണ് എല്ലാ മനുഷ്യരും. ഒരു മിനിറ്റ് പോലും ഒഴിവില്ല. എന്നാൽ എന്താണ് ഇത്രയധികം തിരക്കെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിരർത്ഥകമായ കാര്യത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും തത്രപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഓടുന്ന വസ്തുക്കളൊക്കെ, ഓടിയിട്ട് നേടുന്ന വസ്തുക്കളൊക്കെ തനിക്ക് സഹായകമാണോ എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് ഒന്നുമൊട്ട് അറിയുകയുമില്ല. എന്നാൽ ശാശ്വതമായി തനിക്ക് എന്നും സഹായകമായ, തനിക്ക് എന്നും കൂടെ ഉണ്ടാകുന്ന സർവേശ്വരനെ ഒന്ന് സ്മരിക്കാൻ അല്പം പോലും സമയമില്ല. എന്നാൽ നാം ഏതൊന്നിനു വേണ്ടിയാണോ പരക്കം പായുന്നത്, അവയൊന്നും തന്നെ നമുക്ക് സഹായവും അല്ല. അതിനാൽ നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒട്ടുനേരം ഭഗവത് സ്മരണയ്ക്കായി ഒട്ടുമില്ലാത്ത മാനവരോടായി. ഒട്ടി നിർത്തുന്ന വസ്തുക്കളൊന്നുമേ ഒട്ടുനേരവും കൂടെയുണ്ടായിടാ. എത്ര വലിയ ഒരു സത്യമാണ് ഈ 4 വരിയിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവയാണ് ഇവയെല്ലാം. ഒട്ടുനേരം ഭഗവത് സ്മരണയ്ക്കായി അല്പസമയമെങ്കിലും ദൈവത്തെ നമ്മെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും സദാസമയത്തും നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനെ ഒന്ന് ഓർമ്മിക്കാൻ അല്പം പോലും സമയമില്ല. ഒട്ടുനേരം ഭഗവത് സ്മരണയ്ക്കായി ഒട്ടുമില്ലാത്ത മാനവരോടായി. ഒട്ടും സമയമില്ല. ഈ കാര്യം പറയുമ്പോൾ അവിടെ ധൃതിയാണ്, അവിടെ പണിയാണ്, അവിടെ തിരക്കാണ്, അപ്പുറത്ത് ഇന്ന കാര്യം ചെയ്യാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ 100,000 നമ്മുടെ മുമ്പിൽ ഇറക്കി വയ്ക്കും. എന്നാൽ ഭഗവത് സ്മരണയ്ക്ക് ഒരു സെക്കൻഡ് സമയം പോലും ഇല്ല. തിരക്കോട് തിരക്ക് തന്നെ. ഒട്ടുനേരം ഭഗവത് സ്മരണയ്ക്കായി ഒട്ടുമില്ലാത്ത മാനവരോടായി. ഒട്ടുമില്ലാത്ത ഭഗവത് സ്മരണയ്ക്ക് അല്പം പോലും സമയമില്ലാത്ത മനുഷ്യരോടായിട്ട് ഒരു ചോദ്യം എന്താണ്? ഒട്ടി നിർത്തുന്ന വസ്തുക്കളൊന്നുമേ. നമ്മൾ ഏതൊന്നിനു വേണ്ടിയാണോ ഈ പരക്കം പായുന്നത്, ഏതൊന്നിനോടാണോ നമ്മൾ ഒട്ടി നിൽക്കുന്നത്, ആ വസ്തുക്കളൊന്നും തന്നെ ഒട്ടുനേരവും കൂടെയുണ്ടായിടാം. നമ്മൾ ഏതൊരു വസ്തുവിന് വേണ്ടിയാണോ നമ്മുടെ സമയം മുഴുവൻ ചെലവഴിക്കുന്നത്, ആ വസ്തുക്കളൊന്നും തന്നെ അല്പസമയം പോലും നമ്മോടൊപ്പം ഉണ്ടാവില്ല. അതിനാൽ ഈ പരമാർത്ഥ സത്യം മനസ്സിലാക്കി നാം ഇവയെ വർജിക്കണമെന്നോ ഉപേക്ഷിക്കണമെന്നോ സ്നേഹിക്കരുതെന്നോ അല്ല പറയുന്നത്. ആ വസ്തുക്കളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന പരമചൈതന്യം ആണ് നമ്മെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഏകതാബോധം നമ്മളിൽ വളർത്തിയെടുത്താൽ മതി. അതാണ് വേണ്ടത്. അത് നമ്മളിൽ വളർന്നു വരുമ്പോൾ നമുക്ക് ഊർജമായി, ബലമായി, ശക്തിയായി, സമാധാനമായി, ഊർജസ്വലമായി ഈ പ്രപഞ്ചം എല്ലാം ചൈതന്യമയമായി അനുഭവമാകും. അതല്ലേ നമുക്ക് വേണ്ടത്. അതിന് നാം ആ ഒരു വൃക്ഷത്തിൻ്റെ വേരിൽ ജലമൊഴിച്ചാൽ ആ വെള്ളം എല്ലായിടത്തും എത്തും. എന്നാൽ അതിൻ്റെ തളിരിലയിലോ പൂവിലോ വെറും ഇലയിലോ വെള്ളമൊഴിച്ചാൽ അത് അവിടെ മാത്രമായിട്ട് നിൽക്കും. എന്നാൽ വേരിലാണ് ഒഴിക്കുന്നതെങ്കിൽ അതെല്ലായിടത്തും ആ വെള്ളം എത്തിക്കുന്നു. അപ്രകാരം സർവേശ്വരനാണ് ഇതിൻ്റെ എല്ലാം വേരെന്ന് പറയുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ അടിയിലുള്ള വേരാണ്
ഈശ്വരൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ നിന്നുണ്ടായ പ്രത്യക്ഷത്തിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടാൻ കഴിയുന്നതാണ് അതിൻ്റെ തടിയും കൊമ്പും ശാഖകളും ഇലയും പൂവും. ആഴത്തിൽ വേരോടിയാൽ മാത്രമേ ഉയരത്തിൽ വൃക്ഷം വളരുകയുള്ളൂ. നമ്മൾ പുറമേയുള്ള വസ്തുക്കൾ, പൂവും കായും ഇലകളും തളർത്തു നിൽക്കുന്ന വൃക്ഷം കാണാൻ എന്തൊരു സന്തോഷമാണ്. എന്നാൽ അതിൻ്റെ വേര് മുറിച്ചു വെച്ചാൽ അതൊരു വികൃതമായ സ്വരൂപം മാത്രമായിരിക്കും. വേര് കാണാൻ കഴിയാത്ത വിധത്തിൽ മണ്ണിനടിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പുറമേ കാണാൻ സുന്ദരമായ വസ്തുവിനെയും വെച്ചിരിക്കുന്നു. പുറമേ കാണുന്ന വസ്തുവിന് ആധാരമായിരിക്കുന്നത് ആ വൃക്ഷത്തിൻ്റെ വേരാണ്. അതുപോലെ നമ്മുടെ ഈ ശരീരം സുന്ദരമായി ശരീരം പ്രവൃത്തി ചെയ്യുന്നു. ഈ ലോകത്തിലെ ശരീരത്തോടൊപ്പം മറ്റു പദാർത്ഥങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് ആ വൃക്ഷത്തിന് വേരെന്ന പോലെ സർവേശ്വരൻ്റെ ചൈതന്യമാണ്. ആ ഈശ്വര ചൈതന്യമാണ് നമ്മെ എല്ലാവരെയും നടത്തുന്നതും ഇരുത്തുന്നതും ഉരുക്കുന്നതും ഉണർത്തുന്നതും ഉറക്കുന്നതും എല്ലാം എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാവണം. അതാണ് ഈശ്വര ചിന്ത എന്ന് പറയുന്നത്. അതെപ്പോഴും നമുക്കുണ്ടാവണം. നമ്മളെ എപ്പോഴും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മ സർവസ്വം ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നു. അമ്മയുടെ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിലാണ്. എന്നാൽ കുഞ്ഞിനാവട്ടെ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നുന്നില്ല. ആ കുഞ്ഞിൻ്റെ പോലെയുള്ള കൃതജ്ഞതയാണ് നമ്മൾ വാസ്തവത്തിൽ ചെയ്യുന്നത്. അമ്മയാകുന്ന ഈശ്വരൻ സദാ നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും? അത് കുഞ്ഞിനറിയുന്നില്ല. അപ്രകാരം നമുക്ക് ആധാരമായിരിക്കുന്ന, അവലംബമായിരിക്കുന്ന, ആനന്ദസ്വരൂപിയായിരിക്കുന്ന സർവേശ്വരനെ ഓർക്കാതെയുള്ള ഈ പ്രപഞ്ച വസ്തുക്കളെ ഓർമ്മിക്കുന്നത് ആ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. അത് നാം ചെയ്യരുത്. അതിനാൽ ഒട്ടുനേരം ഭഗവസ്മരണയ്ക്കായി ഒട്ടുമില്ലാത്ത മാനവരോടായി ഒട്ടി നിർത്തുന്ന വസ്തുക്കൾ ഒന്നുമേ ഒട്ടുനേരവും കൂടെയുണ്ടായില്ല. നമ്മൾ ഒട്ടി നിർത്തുന്ന ഈ വസ്തുക്കളൊന്നും തന്നെ നമ്മോടൊപ്പം ഉണ്ടാവില്ല. നമ്മൾ വളരെ കാര്യമായി കരുതുന്നത് ഏറ്റവും വിലയേറിയതിനെ ഉപേക്ഷിച്ചു കൊണ്ടാണ്. നശ്വരമായതിനെ മുറുകെ പിടിക്കുന്നത് അനശ്വരമായതിനെ ഉപേക്ഷിച്ചു കൊണ്ടാണ്. എന്നാൽ അനശ്വരമായതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നശ്വരമായവ നമുക്ക് സ്വാധീനത്തിലായിരിക്കും. വസ്തുവിനെ പിടിച്ചാൽ നിഴലും നമ്മുടെ കയ്യിൽ തന്നെയാണ്. എന്നാൽ നിഴൽ മാത്രം പിടിക്കുന്നവർക്കോ ഒരിക്കലും നിഴൽ നമുക്ക് സ്വാധീനമാവില്ല, വസ്തുവും നഷ്ടമാകുന്നു. വസ്തുവായിരിക്കുന്ന സർവേശ്വരനെ ആശ്രയിക്കുന്ന ഒരാൾക്കിവിടെ നഷ്ടബോധം വരില്ല, നിരാശാബോധമില്ല. ജനന മരണാദികൾക്ക് അതീതമായ അവസ്ഥയാണ് നമുക്ക് അനുഭവമാവുക. അതിനാൽ ഇതൊന്നുകൂടി മനനം ചെയ്തു നോക്കൂ. ഒട്ടുനേരം ഭഗവസ്മരണയ്ക്കായി ഒട്ടുമില്ലാത്ത മാനവരോടായി ഒട്ടി നിർത്തുന്ന വസ്തുക്കളൊന്നുമേ ഒട്ടുനേരവും കൂടെ ഉണ്ടായില്ല.